അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ. അല്ലാഹു ഇരുലോക ആഫിയത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഹഫീസിൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാ മുഹബ്ബീങ്ങൾക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, ഒരാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു ഏറ്റവും റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. ഹദീസിലൊക്കെ എമ്പാടും കാണാം. സയ്യിദുൽ അയ്യാം എന്ന് പറയുന്നത് ദിവസങ്ങളുടെ ലീഡർ. ഈ മഹത്വമുള്ള വെള്ളിയാഴ്ചയിൽ വിശ്വാസികളായി ഉമ്മത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, സുന്നത്തായ ഒരുപാട് ഇബാദത്തുകളുണ്ട്. അത് ജുമുഅക്ക് പോകുന്നവർ സുന്നത്തായി കുളി കുളിക്കുന്നുണ്ട്. നേരത്തെ പള്ളിയിൽ പോകുന്ന സഹോദരങ്ങളുണ്ട്. ളുഹർ നിസ്കാരം അവ്വല് വഖത്തിൽ തന്നെ നിസ്കരിക്കുന്ന, ഈ ദിവസത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ ആദരവായി പരിഗണിക്കുന്ന ഉമ്മമാരുണ്ട്. അതേപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന, അതാണായാലും പെണ്ണായാലും അത് പ്രത്യേകം സുന്നത്തുണ്ട്. ദാനധർമ്മങ്ങൾ സുന്നത്തുണ്ട്, പ്രത്യേകം ദുആകൾ സുന്നത്തുണ്ട്. എല്ലാം സൂറത്തുൽ കഹ്ഫ് വലിയ പ്രാധാന്യമാണ്. സ്വലാത്ത്, ഇക്കൂട്ടത്തിൽ ഈ പറയുന്ന കർമ്മങ്ങളിലൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സുന്നത്തായ പ്രധാനപ്പെട്ട ഇന്നിൻ്റെ ഇബാദത്ത് തന്നെയാണ് എന്ത്? അസ്വലാത്തു അല നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെയും നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പ്രസന്റ് ചെയ്തു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഇരുലോകത്തും ആനന്ദമാണ്, ആവേശമാണ്, ആഹ്ലാദമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മത്ത് സ്വലാത്തിനെ അത്യാവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാത്തവർ ഈ ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ അസലിയായൊരു തീരുമാനമുണ്ട്, പടച്ചോൻ്റെ തീരുമാനം. ഒരു ദിവസത്തിൽ ഒരു സ്വലാത്തെങ്കിലും സ്വല്ലാത്തവരായി ഉണ്ടാകരുതെന്ന് പടച്ചോൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ പടച്ചോനെ ഇന്ന് സ്വലാത്തൊന്നും ചൊല്ലിയില്ലല്ലോ എന്നൊരു മുസ്ലിമിന് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നിർബന്ധമായും അവർ ചെയ്തിരിക്കേണ്ട നിസ്കാരമാകുന്ന പരിശുദ്ധ കർമ്മത്തിൽ നിർബന്ധമായും ഫറലായും, സുന്നത്തല്ല ഫറലായും അവർ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് തന്നെ, നിസ്കാരത്തിൻ്റെ ഫുറുദുകളിൽപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് അസ്വലാത്തു അല നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മേൽ സ്വലാത്ത്. അപ്പോൾ ഏതായിരുന്നാലും ഉണ്ടാവും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ എമ്പാടും ഉണ്ട്. അത് പ്രത്യേകം സുന്നത്താണ്, കേവലം ചൊല്ലലല്ല, കസറത്ത്, ധാരാളമാക്കൽ. അപ്പോൾ സാധാരണ ദിവസം ചെല്ലുന്നതിനേക്കാൾ കൂടണം. അത് 300-ൽ താഴെ വരാൻ പാടില്ല എന്ന് വല്ല മക്കൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതും അറിഞ്ഞതും പഠിച്ചതുമാണ്. സ്വലാത്തുകൾ എമ്പാടും നമുക്ക് കാണാൻ പറ്റും. ഏത് സ്വലാത്തുകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും ആ സ്വലാത്തിൻ്റെതായ ബറക്കത്തും ഖൈറും അതാരാ പഠിപ്പിച്ചു തരുന്നത്? ആ ഉലമാക്കളുടെ, അല്ലെങ്കിൽ ആ മഹാന്മാരായ സൂഫിയാക്കളുടെ, ആരിഫീങ്ങളുടെ ആ സ്വലാത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ബെനിഫിറ്റുകളുണ്ട് എല്ലാം നമുക്ക് അറിഞ്ഞൂടാ, ചിലതൊക്കെ അറിയാം. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. അങ്ങനെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, കേവല മഹാന്മാർ എന്ന് പറഞ്ഞു പോയാൽ പോരാ, മഹാന്മാരായ ഉലമാക്കൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ജ്ഞാനിയാണ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100 വട്ടം മനാമിൽ കണ്ട, സ്വപ്നത്തിൽ കണ്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഒരു വട്ടമെങ്കിലും ഞങ്ങളെ കാണിക്കണേ അല്ലാ. കാണാത്തവരെ ഉടൻ സഡൻ നീ കാണിക്കണേ പടച്ചവനെ. കണ്ടവർക്ക് റിപ്പീറ്റിനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹത്തിനെ തവസ്സുലാക്കിയുള്ള ദുആ തന്നെ മതിയാകും പുണ്യ റസൂലിനെ കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം 100 വട്ടം കാണാമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ? ഒരു വട്ടം പുണ്യ റസൂലിനെ കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വാങ്കൊടുത്താലും നിസ്കരിച്ചാലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ പാടില്ലാത്ത നേതാവ്, നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ, ലോകത്തിൻ്റെ ഗുരു, അഷ്റഫുൽ മുശറഫ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മഹാനുഭാവനെ ധാരാളം വട്ടം കണ്ട ആ വലിയ സൗഭാഗ്യം, ആ ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ.
ഒരു വട്ടം കണ്ട ആളോട് നമ്മളൊന്ന് ചോദിക്കുക, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കവിൾത്തടം എങ്ങനെയാണ്, ആ സൗന്ദര്യം എന്നറിയാൻ, അവിടുത്തെ മനോഹരമായ താടിരോമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ മനോഹരമായ കണ്ണുകൾ എങ്ങനെയാണ്. ഹദീസിലൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ, ശമായിലൊക്കെ പറയുന്നുണ്ട്, ഓരോന്നും പറയുന്നുണ്ട്. പുരുകത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്, കൺപീലിയുടെ അവസ്ഥ പറയുന്നുണ്ട്, മനോഹരമായ കണ്ണിൻ്റെ കളറ് പറയുന്നുണ്ട്, അവിടുത്തെ മുടിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ നെഞ്ചിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം എന്തിന്, അവിടുത്തെ താടിരോമങ്ങൾ എത്ര എണ്ണമുണ്ട് എന്ന് പോലും കിതാബിൽ കാണാം. എണ്ണം, താടിരോമങ്ങളുടെ എണ്ണം, അതത് ആലോചിച്ചോക്കി, അത്ര കൃത്യമാണ്. ആ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളോട് ചോദിക്കുമ്പോൾ നെറ്റിത്തടം എങ്ങനെയാണ് ചോദിക്കുമ്പോൾ, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പല്ലുകൾക്കിടയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുമെന്നാണ്. അത്ര മനോഹരമാണ്. അല്ലാഹുവേ പടച്ചോനെ, ആ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ കണ്ട ഒരാളെ എക്സ്പീരിയൻസ് ചോദിക്കും, അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുന്നത്. കണ്ടവർക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, അത് പറയാൻ പറ്റില്ല ഇതന്നെ. അത്രയേറെ മനോഹരമാണ്. നേരിട്ട് കണ്ടിരുന്ന സ്വഹാബത്ത് പോലും കഅന്നശംസു തദൂറു ഫീ വജ്ഹി, ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സൂര്യനിങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നും ഞങ്ങൾക്ക് എന്ന് സ്വഹാബത്ത് പറഞ്ഞില്ലേ. അത്ര മനോഹരമാണ് ആ പൂമുഖം. എത്ര വട്ടം? 10 വട്ടമല്ല, 50 അല്ല, 80 അല്ല, 99 അല്ല, 100 വട്ടം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടപ്പോൾ, 100ാമത്തെ തവണ കണ്ടപ്പോൾ, അബ്ദുറഹ്മാൻ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കണ്ട എക്സ്പീരിയൻസിൽ മഹാന്മാർ ഉദ്ധരിച്ചു പറയുന്നത്, അന്നഹു റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമിഹി 100 മറ, 100 വട്ടം അവിടത്തെ കണ്ടു. സെഞ്ചുറി തികച്ചു, 100 വട്ടം കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ 100ാമത്തെ വട്ടം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മഹാനുഭാവൻ ചോദിക്കുന്നുണ്ട്, അയ്യ സ്വലാത്തി അലൈക അഫ്ളലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയെ, പുന്നാര നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും പുണ്യമായ സ്വലാത്ത് ഏതാണ് നബിയെ എന്ന് ചോദിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വലാത്ത് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്വലാത്തോ നമ്മളൊരു പക്ഷേ പലപ്പോഴും ചൊല്ലിയിട്ടില്ലാത്ത, ജീവിതത്തിൽ ലൈഫിൽ ഒരു വട്ടം പോലും ഒരു പക്ഷെ അറിയാത്തത് കൊണ്ട് ചൊല്ലാത്തവരുണ്ടാവും. ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഈ ഉമ്മത്ത് ഇജ്മാഅയി പറയുന്നുണ്ട്, ഉലമാക്കൾ ഐക്യമായിട്ട് പറയുന്നുണ്ട്, ഇത്തിഫാഖായിട്ട് പറയുന്നുണ്ട്. ഖിലാഫുകൾ വരുന്നില്ല, വന്നാൽ പോലും അതിനെ മറികടക്കുന്ന ഗഡ്സുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഫുഖാഹകൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഇബ്രാഹിമി സ്വലാത്താണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു നുഅ്മാൻ തങ്ങൾ 100ാമത് വട്ടം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെറൈറ്റി സ്വലാത്താണ്, പുണ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനത്ര വലിയ പവറാണ്. ആ സ്വലാത്ത് 1, 2, 3 വരികളിൽ നിൽക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു 11 വട്ടം പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ഖൈറുകൾ അത് മുഖേന നമുക്ക് തരാൻ പോവാണ്. 11 വട്ടം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു അതത് പറഞ്ഞതാണ്. വെള്ളിയാഴ്ചയിലെ സ്വലാത്താകുമ്പോൾ 300 വട്ടം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സ്വലാത്ത് 300 വട്ടം കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്, 100 പക്ഷെ 11 താഴെ പോകാൻ പാടില്ല. അത് ഡെയിലി ഒരു 11 വട്ടം നമ്മൾ ഓതിപ്പോന്നാലോ ഒരുപാട് ഖൈറുകൾ, ബർക്കത്തുകൾ അല്ലാഹു നമുക്ക് തരും. സ്വലാത്ത് തന്നെ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവന് വിജയിക്കാനും വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലീസ് കൂടാനാണോ സ്വലാത്ത്? അങ്ങനെ ആരും വിചാരിച്ചോ? നബി തങ്ങളുടെ പോലീസ് കൂടാനാണ്, അള്ളാഹുവിന് വല്ലതും കിട്ടാനാണ്, മലക്കുകൾക്ക് വല്ല ലാഭം ഉണ്ടായിട്ടാണ്? ഒന്നുമില്ല. ലാഭം ആർക്കാ? ചൊല്ലുന്ന ആൾക്ക് മാത്രമാണ്. അത്രയേറെ ഫദ്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്റത്ത് അലൈഹി ഹാജ, ഒരാൾക്ക് ഒരു ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടി കുറച്ച് ടഫായി, കുറച്ച് പ്രയാസമായി, കുറച്ച് വിഷമമുണ്ട്, ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല, എന്തോ ഒരു പ്രയാസം, ഒരു വസ്തു വിൽക്കാനുണ്ട്, വാങ്ങാനുണ്ട്, ഒരു വീട് വെക്കാനുണ്ട്, വീട് കൊടുക്കാനുണ്ട്, ഒരു കച്ചവടം ചെയ്യാനുണ്ട്, തുടങ്ങാനുണ്ട്, ഒരു വാഹനം വാങ്ങാനുണ്ട്, വിൽക്കാനുണ്ട്, എന്തോ ആയിക്കോട്ടെ ആ ഒരാവശ്യം പ്രയാസകരമായി. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് സഹോദരന്മാർ വിഷമത്തിലാണ്. അങ്ങനെ ആഗ്രഹിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ വിഷമത്തിലാണെങ്കിൽ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അവരുടെ കണ്ണിന് കുളിർമയേകി കൊടുക്കട്ടെ.
അള്ളാഹു പുണ്യ ഹബീബിൻ്റെ ബറക്കത്തുകൊണ്ട് മക്കളെ കൊടുക്കട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രയാസമായി. അല്ലെങ്കിൽ മക്കളുണ്ട്, അവർ നിസ്കരിച്ച് കാണുന്നില്ല, അവർ ഇസ്ലാമികമായ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വരുന്നില്ല, വേഷവിധാനം വരുന്നില്ല, ഡ്രസ് കോഡ് അവർക്കൊരു ഇസ്ലാമികമായിട്ട് അവരോട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അങ്ങനെ പല പ്രയാസങ്ങൾ കൊണ്ട് എന്ത് കാര്യമായിക്കോട്ടെ ഒരു ആവശ്യം അത് പ്രയാസകരമായി വന്നു, കുറച്ച് ടഫായി വന്നു. എന്നാൽ ഫൽ യുക്സിർ ബിസ്വലാത്തി അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് കൂടുതലാക്കിയാൽ മതി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു ഭാഗ്യമാണ്. സ്വലാത്ത് നിങ്ങൾ കൂട്ടിക്കോളീന. ഫഇന്നഹാ തക്ഷിഫുൽ ഹുമൂമ വൽ ഗുമൂമ. നിങ്ങളുടെ എല്ലാ ഹമ്മുകളും മാനസികമായി തകർന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മാനസികമായി തകർന്നു പോയി, ആകെ പ്രയാസകരമായി, ഉറക്കമില്ലാത്ത അവസ്ഥ, ഉറക്കം കിട്ടുപോയി, അത്രയേറെ കടമോ മറ്റു പ്രയാസം എന്തു ആയിക്കോട്ടെ, ആ പ്രയാസത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമാണ്, ഒന്നും കഴിയുന്നില്ല, എപ്പോഴും ക്ഷീണം, ഉറക്കം നോങ്ങലും പ്രയാസവുമാണ്, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസമുണ്ടോ? ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും തീർച്ചയായും അവർക്ക് സ്വലാത്ത് അധികരിപ്പിച്ചാൽ പരിഹാരമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. തുക്സിറുൽ അർസാഖ്, അവരുടെ ഉപജീവന മാർഗം, കച്ചവടം, വരുമാനം, അതിൽ വർധനവുണ്ടാവും ഈ സ്വലാത്ത് ധാരാളമാക്കുമ്പോൾ. വതഖദിൽ ഹവായിജ്, അവരുടെ ആവശ്യങ്ങൾ വീട്ടപ്പെടാൻ കാരണമാകും. ഭയങ്കരമായ പവറാണ് സ്വലാത്ത് കൊണ്ട്. മുമ്പാടും കിട്ടും. ഈ സ്വലാത്തോ 100 വട്ടം അവിടുത്തെ കണ്ടപ്പോൾ 100ാമത്തെ വട്ടം അവിടുത്തോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലായ സ്വലാത്ത് ചോദിച്ചു വാങ്ങുന്ന മനോഹരമായ സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്ത് ഒരു 11 വട്ടം മിനിമം നമ്മൾ പാരായണം ചെയ്യണം. നമുക്ക് ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടണ്ടേ? നമുക്ക് സ്വലാത്ത് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ മലഅത് ഖൽബഹു മിൻ ജലാലിക വഅയ്നഹു മിൻ ജമാലിക ഫഅസ്ബഹ ഫരിഹൻ മസ്റൂറാ മുഅബ്ബദൻ മൻസൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് സ്വലാത്ത്. ഇതൊരു 11 വട്ടം ചൊല്ലാൻ നമുക്ക് നിസ്സാര സമയം പോരെ പ്രിയപ്പെട്ടവരെ. ചുമ്മാ കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സമയം പോരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് കൊടുക്കണം. അല്ലദീ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാന്നറിയോ? മലഅത് ഖൽബഹു മിൻ ജലാലിക വഅയ്നഹു മിൻ ജമാലിക. അല്ലാഹു നിന്റെ ജലാല് കൊണ്ട് അവിടുത്തെ കണ്ണുകളും കൽബുകളും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സ്വലാത്തും സലാമും കൊടുക്കണം. അവിടുത്തെ ആലിന് കൊടുക്കണം, സ്വഹാബത്തിന് കൊടുക്കണം, സലാമും കൊടുക്കണം പടച്ചവനെ എന്ന് പറയുന്ന മനോഹരമായ സ്വലാത്താണ്. ഈ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി മിനിമം ഒരു 11 വട്ടം, അത് ഡെയിലി നമുക്ക് അങ്ങനെ ആക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ സ്വലാത്ത് ഒരു വട്ടമെങ്കിലും പ്രിയപ്പെട്ടവരെ പറയാത്ത ഓതാത്തവരുണ്ടാകരുത്. പ്രത്യേകിച്ച് ഈ സ്വലാത്ത് അസർ കഴിഞ്ഞിട്ടൊരു 11 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരനാൽ പിന്നെ എവിടെയും പോകേണ്ട, ഇജാബത്തിന് ആരെയും കാണണ്ട, കാര്യം നടക്കും. ഏത് പ്രയാസവും മാറും, ഏതാവശ്യവും നടന്നു കിട്ടും. അപ്പോൾ അതെല്ലാം ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന ഫായിസിങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓടിച്ചിങ്ങനെ നോക്കി പോകുന്നുണ്ട്. പലരും PM വന്നിട്ട് പറയുന്നുണ്ട്. ചിലതിനൊക്കെ ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ ഒരു ജീവിത തിരക്കിനിടയിൽ ക്ലാസ് മാത്രമല്ലല്ലോ, ഒരു മഹല്ലിൽ ഖിദ്മത്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് എൻഗേജഡ് ആകേണ്ടി വരും. പിന്നെ നമുക്ക് ഈ അൻവാർ ഫജറിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സെർച്ചിങ് വേണ്ടി വരും. അതിനിടയിൽ കുടുംബത്തിലെ പല കാര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്കുള്ളതുപോലെ എല്ലാറ്റിലും അങ്ങനെ നമ്മളൊന്ന് കവർ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ സമയപരിധിയിൽ അൽഹംദുലില്ലാഹ് പലതും ചിലതൊക്കെ അങ്ങനെ നോക്കിപ്പോകും, ജവാബ് കൊടുക്കാൻ പറ്റുന്നില്ല, ചിലതിനൊക്കെ പലപ്പോഴും സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കമൻറ്റിൽ വരുന്നത് വലിയ സന്തോഷമാണ്, ലൈക്കിൽ വരുന്നത് വലിയ സന്തോഷമാണ്. കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്തും. ഒരുപാട് പേര് ഈ ക്ലാസ് അങ്ങനെ തന്നെ കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റു ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, അവർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മുന്നിട്ടിറങ്ങുന്നവർക്ക് ഈ കൂലി ഇങ്ങനെ മരിച്ചാലും ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്മയാണ്. നമ്മൾ ചെയ്യുന്നു, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആ കൂലി മരണം വരെ കിട്ടൂല്ലേ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം, ഒരു ദിക്ർ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഒരു സുന്നത്തായ കർമ്മം പറഞ്ഞു കൊടുത്തു. ആ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക മക്കൾ. നമ്മൾ മരിച്ച് ഖബറിൽ പോയി കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക, സൗഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും അഫ്ളലു ത്വഅത്താണ് ഇമാം നബവി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ. അന്നൽ ഇസ്തിഗാല ബിൽ ഇൽം, ഇൽമിൽ എൻഗേജഡ് ആവുക, ദീനിൻ്റെ വിജ്ഞാനം കേൾക്കുക, പഠിക്കുക, പറയുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിലുള്ള നമ്മളുടെ
ബിസി എന്ന് പറയുന്നത് അഫ്ദലു ത്വാഅത്ത്, അത് ഏറ്റവും പെർഫെക്റ്റായ അമലാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു ഇതിൻ്റെ ഒരു ഖാദിമായി ഖിദ്മത്തിലായി പ്രിയപ്പെട്ട ഈ സാധുവിനെ, പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരെ, അൻവാർ ഗജൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട മഹിബീങ്ങളെ, ഉസ്താദെ 4 വർഷമായി ക്ലാസ് കേൾക്കുന്നു, വലിയ സന്തോഷമാണ്, എത്ര പറയുന്നത്. അപ്പോൾ അത്രയും മനോഹരമായി നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുകയാണ്. എല്ലാവരെയും അല്ലാഹു സലാമത്തിലും ആഫിയത്തിലും ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله